ഇതിനൊക്കെ പണി ഞങ്ങൾ കൊടുക്കാം. കാരണം ഞങ്ങൾ ഇത് ആദ്യം തന്നെ പ്ലാൻ ചെയ്ത് ഓങ്ങി നിൽക്കുകയായിരുന്നു. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഒരു സിനിമ പരാജയപ്പെടുന്നത് എപ്പോഴും ഭൂരിപക്ഷ പ്രേക്ഷകരുടെ അഭിരുചിയെ അത് സംതൃപ്തിപ്പെടുത്താത്ത സമയത്ത് മാത്രമാണ്. സിനിമ റിലീസ് ചെയ്ത് 48 മണിക്കൂറിൽ റിവ്യൂ എന്ന പേരിൽ സിനിമയെക്കുറിച്ചുള്ള അപഗ്രഥനങ്ങൾ വ്ളോഗർമാർ ഒഴിവാക്കണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഞാനിതാ ചുറ്റിക്കൊണ്ട് അടിക്കാൻ പോകട്ടാ. ഷുവറാണല്ലോ? ഷുവറാണ്, അടിച്ചു പൊളിക്കേ. പോസിറ്റീവ് റിവ്യൂവിന് ഇവിടെ ഈ പറയുന്ന കേസെടുക്കാൻ കോടതിയോ അല്ലെങ്കിൽ പോലീസോ പറഞ്ഞിട്ടില്ലല്ലോ. ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, ഇതെന്ത് ഒരു സിനിമ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അത് നേരെ അതിന്റെ ബ്ലെയിം ഓൺലൈൻ മീഡിയക്കകത്ത് റിവ്യൂ ചെയ്യുന്ന ആളുകൾ കാരണമാണെന്നുള്ളതാണ്. എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല. ദുർബലനായിട്ടുള്ള ഒരു വ്യക്തി, വീക്ക് മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തി ഒരിക്കലും അയാളുടെ തോൽവി അംഗീകരിക്കില്ല. ആ ഒരു തോൽവിയുടെ കാരണങ്ങൾ മറ്റു ചില ആൾക്കാരാണ് എന്നിങ്ങനെ ആരോപിച്ചുകൊണ്ടിരിക്കും. അവരാരും അവരുടെ തോൽവിയുടെ കാരണങ്ങളെ കുറിച്ചിട്ട് ഒരക്ഷരം പോലും മിണ്ടാറില്ല. ഇവർ ഒരിക്കലും ഇവരുടെ സിനിമ പരാജയപ്പെട്ടത് അവർക്ക് പ്രേക്ഷകരെ സംതൃപ്തിപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ടാണ്, ഭൂരിപക്ഷ പ്രേക്ഷക സമൂഹത്തെ സംതൃപ്തിപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ടാണെന്നുള്ളത് ഇവർ ഒരിക്കലും അംഗീകരിക്കില്ല. അത് സിനിമ ഫ്ലോപ്പായിട്ട് വന്ന് റിവ്യൂവേഴ്സിനെയോ നാട്ടുകാരെയോ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അതിനൊരു ബ്രീത്തിങ് ടൈം പോലും കൊടുക്കാതെ അതിന് മുൻപ് തന്നെ വിമർശനം കൊണ്ട് അതിന്റെ മുനെ ഒടിച്ച് കളയല്ലേ എന്ന് അപേക്ഷിക്കുകയാണ് സിനിമാ പ്രവർത്തകർ അല്ലെങ്കിൽ സിനിമാ നിർമ്മാണ മേഖലയിലുള്ള ആളുകൾ. 3 ദിവസത്തെ ബ്രീത്തിങ് സ്പേസ് ഞാൻ കൊടുത്തിട്ടുണ്ട്.